ഇതുപോലെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺസ് പഠിച്ചാലോ? അപ്പൊ ഫസ്റ്റത്തെ പാറ്റേണിന് വേണ്ടിയിട്ട് ബേസ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ഈ ലൈനിന്റെ മേലെ കൂടെ ഒരു വലിയ കുത്ത്, 3 ചെറിയ കുത്ത്, അങ്ങനെ അങ്ങ് റിപ്പീറ്റ് ആക്കി ഇട്ട് കൊടുക്കുക. ഈ കുത്ത് വരയ്ക്കാൻ ഞാൻ പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഈ വരയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഇടാനും മറക്കണ്ട കേട്ടോ. ഒരു ലൈനും കുത്തും മാത്രം വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ പഠിച്ചില്ലേ? ഇനി അടുത്ത പാറ്റേൺ വേണ്ടിട്ട് വീണ്ടും ബേസ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ആ ലൈനിന്റെ മേലെ കൂടെ നേരത്തെ പോലെ തന്നെ 2 ഡോട്ട്സോടെ ഇട്ട് കൊടുക്കുക. നമ്മൾ കോമ ഇടൂലേ, അതുപോലുള്ള 2 കോമ ഈ ഡോട്ട്സിന്റെ അടുത്ത് വരച്ചു കൊടുക്കുക. ഇതുപോലെ. എന്നിട്ട് എന്താ 2 ഡോട്ട് 2 കോമ, 2 ഡോട്ട് 2 കോമ, അങ്ങനെ ഇട്ട് കൊടുത്തോ. ഇനി അടുത്ത പാറ്റേണിന് വേണ്ടിട്ട് ഇതുപോലെ ഒരു കേർഡ് ലൈൻ വരച്ചു കൊടുക്കുക. കേർവ്സ് ഒക്കെ കുറച്ച് വലുതായിട്ട് തന്നെ വരയ്ക്കണേ. ഞാൻ ഈ ലൈനിലേക്ക് ഫസ്റ്റ് 2 വൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വൈൻസ് വരച്ചേക്കണതിന്റെ ഓപ്പോസിറ്റിലേക്ക് 2 ഡ്രോപ്സ് ഇട്ട് കൊടുക്കണേ. ഇതുപോലെ തന്നെ ആ കേർവ്സ് കംപ്ലീറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക. അതായത് 2 വൈൻസ് വരച്ച് അതിന്റെ ഓപ്പോസിറ്റിലേക്ക് 2 ചെറിയ ഡ്രോപ്സ്, അങ്ങനെ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ഈ പാറ്റേണിന്റെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഡോട്ട്സോടെ ഇട്ടങ്ങ് ഫിനിഷ് ആക്കാം. ഈ പാറ്റേൺ എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? ഇനി ലാസ്റ്റത്തെ പാറ്റേണിന് വേണ്ടിട്ട് 2 ലൈൻസ് അടുപ്പിച്ച് വരച്ചു കൊടുക്കണേ. ഇനി വരച്ചേക്കുന്ന ലൈനിന്റെ മേലെ കൂടെ ഇതുപോലെ വൈൻസ് അങ്ങ് വരച്ചു കൊടുക്കുക. ഈ വൈൻസ് വരയ്ക്കാൻ നമ്മളിപ്പോ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുണ്ടല്ലേ, എന്നാലും ഒന്നോടെ പറഞ്ഞുതരാം. പക്ഷെ ചെറിയൊരു ലൈൻ വരച്ചു കൊടുക്കുക, നല്ലോണം ഹെന്നക്കോണിൽ പ്രഷർ അപ്ലൈ ചെയ്യാം, എല്ലാം റിലീസ് ചെയ്യാം. ഇത്രയും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വൈൻ കിട്ടും കേട്ടോ. ഇനി വരച്ചേക്കുന്നതിന് താഴോട്ട് ഇതുപോലെ 2 ഡോട്ട്സ് വെച്ചിട്ട് കൊടുത്തതിന് നമ്മുടെ പരിപാടി. അപ്പൊ ഇന്നത്തെ ഡിസൈൻ എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ ഇന്ന് കുറച്ച് വെറൈറ്റിക്ക് നിങ്ങൾ തന്നെ പറ. എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആക്കാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ ബൈ.